ഹായ്, എല്ലാ കൂട്ടുകാർക്കും സുഖമല്ലേ? ഇന്നലെ രാവിലത്തെ ഒരു കുക്കിംഗ് വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത്. ഇതിൽ വേറെ ഒന്നുമില്ല. ഇന്നലെ നമ്മളൊരു സ്ഥലം വരെ പോകാമെന്ന് പറഞ്ഞില്ലേ, നമ്മുടെ പഴയ വീടിൻ്റെ അവിടേക്കാണ് കേട്ടോ പോയത്. അപ്പോൾ അവിടെ ഒന്നുകൂടി വൃത്തിയാക്കാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ പോയതാണ്. അപ്പോൾ ഞാൻ ഈ ഒരു വീഡിയോ എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത് ഈ ഒരു കുക്കിംഗ് വീഡിയോ പിന്നെ അങ്ങോട്ട് പോയിട്ടുള്ള ആ ഒരു വീഡിയോ ഒക്കെ ആയിട്ട് നമുക്ക് ഇടാമെന്ന് വിചാരിച്ചിട്ടാണ് എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷേ നമ്മളിത് എഡിറ്റ് ചെയ്ത് വന്നപ്പോഴേക്കും ഇതിന് തന്നെ അത്യാവശ്യം ലെങ്ത് ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. അതിൻ്റെ കൂടെ ഇനി മറ്റേ വീഡിയോയും കൂടിയും ആഡ് ചെയ്താൽ കൂടുതൽ ലെങ്ത് ആവും, നിങ്ങൾക്ക് ചിലപ്പോൾ ബോറടിക്കും. അപ്പോൾ എന്തായാലും ഇങ്ങനെ ഒരു വീഡിയോ കിടക്കട്ടെ എന്ന് വിചാരിച്ചു. അപ്പോൾ ഇതിൽ കുക്കിംഗ് മാത്രമേ ഉള്ളൂ. ഇന്നലെ ഇതൊക്കെ കഴിച്ച് വെച്ചിട്ട് അങ്ങോട്ട് പോയത് കേട്ടോ. ഇവിടെ നിന്നാണെങ്കിൽ ഒരു 11:30 നമുക്ക് അങ്ങോട്ട് ബസ്സുണ്ട് ചാലിശ്ശേരിക്ക്. അപ്പോൾ അതിൽ പോയാൽ പിന്നെ നടക്കണ്ട. മുന്നേ ഒരു ദിവസം നമ്മൾ പോയപ്പോൾ മക്കളും ഞാനൊക്കെ കൂടി നടന്നിട്ടാണ് കേട്ടോ പോയത്. അപ്പോൾ അത്യാവശ്യം നടക്കാനുണ്ട്. അപ്പോൾ എന്തായാലും ഈ ബസ് ഉണ്ടല്ലോ, അപ്പോൾ അതിലിപ്പോൾ അങ്ങനെ പോകാമെന്ന് വിചാരിച്ചിട്ട് വേഗം പണികളൊക്കെ കഴിച്ചിട്ട് നമുക്ക് ഈ വീഡിയോ അപ്ലോഡ് ചെയ്തിട്ട് പോകാമെന്നൊക്കെ വിചാരിച്ചിട്ടാണ്. ഇന്നലെ ഞാൻ തന്നെ വോയിസൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു, കൊടുത്തിട്ട് വേഗം വീഡിയോ സേവ് ചെയ്യാനായിട്ട് വെച്ചു. ഒരു 70% ഒക്കെ ആയപ്പോഴേക്കും ചാച്ചിക്കുട്ടി പോയിട്ട് ബാക്ക് അടിച്ചു കേട്ടോ. അപ്പോൾ പിന്നെ അത് അവിടെ നിന്നു. പിന്നെ അത് വീണ്ടും സേവ് ചെയ്തിട്ട് നമുക്ക് അപ്ലോഡ് ചെയ്ത് പോകാനുള്ള സമയം ഉണ്ടായിരുന്നില്ല. അപ്പോൾ പിന്നെ എന്തായാലും വന്നിട്ട് ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ പോയിട്ടോ. അങ്ങനെയാണ് പിന്നെ ഇന്നലെ നേരം വൈകിയത്. 4 മണിയൊക്കെ ആയിട്ടുണ്ട് വീഡിയോ ഇടുമ്പോൾ. ഞങ്ങൾ തിരിച്ച് വരുമ്പോൾ 4 മണി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ വേഗം തന്നെ ഞാനത് അപ്ലോഡ് ചെയ്തു. അങ്ങനെയൊക്കെയാണ് ഇന്നലെ ഉണ്ടായത്. അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കണം. എന്തായാലും കമൻറ്റ് ചെയ്യണം കേട്ടോ, ഇഷ്ടപ്പെട്ടാലും ഇല്ലെങ്കിലൊക്കെ. ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും മറക്കരുത്. അപ്പോൾ രാവിലെ തന്നെ നമ്മൾ തലേദിവസം കൂർക്കയൊക്കെ തോല് കളഞ്ഞ് വെച്ചിട്ടുണ്ടായിരുന്നില്ലേ, അപ്പോൾ അത് കട്ട് ചെയ്തിട്ട് കഴുകി കുക്കറിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ആവശ്യത്തിന് ഉപ്പും വെള്ളമൊക്കെ ഒഴിച്ചിട്ട് കുക്കറിലേക്ക് വെച്ചു. പിന്നെ അടയാണ് കേട്ടോ ഉണ്ടാക്കിയത്. അപ്പോൾ ശർക്കരയും നാളികേരമൊക്കെ ഇട്ടിട്ടുള്ള അടയാണ് ഉണ്ടാക്കിയത്. നമുക്ക് നാളികേരമൊക്കെ ശർക്കരയും കൂടിയിട്ട് കുഴച്ച് വയ്ക്കുന്ന സമയത്ത് അതിലേക്ക് ഏലക്കായയും പിന്നെ നല്ല ജീരകമൊക്കെ പൊടിച്ചിട്ട് നല്ലൊരു മണമൊക്കെ ഉണ്ടാവില്ലേ. ഇവിടെ അല്ലെങ്കിൽ മക്കൾക്ക് അട വലിയ താല്പര്യമില്ല. പിന്നെ ഇങ്ങനെ ഇടുന്നത് തീരെ ഇഷ്ടമില്ല കേട്ടോ. ഏലക്കയും ജീരകമൊന്നും ഇടുന്നത് തീരെ ഇഷ്ടമില്ല. അപ്പോൾ ഞാൻ വെറുതെ നാളികേരം ശർക്കരയും മിക്സ് ചെയ്തിട്ടാണ് കേട്ടോ ഞാൻ ഇട്ടിട്ട് ദോശ എന്നാണ് പറയുന്നത്, അട ഉണ്ടാക്കിയത്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അട കഴിക്കാനായിട്ട്. ഉണ്ടാക്കിയാൽ ചൂടോടെ കഴിക്കാനും ചൂടൊക്കെ അറിയിട്ട് ഉച്ച തിരിഞ്ഞിട്ടൊക്കെ ആകുമ്പോൾ അതിലേക്കും നല്ല പിന്നെ ആ ഒരു മധുരമൊക്കെ പിടിച്ചിട്ട് നല്ല ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ. അപ്പോൾ അങ്ങനെ കഴിക്കാനും ഇഷ്ടമാണ്. ഇതിപ്പോൾ നമുക്ക് വേപ്പിൻ്റെ ഇലയാണെങ്കിലും വാഴയിലൊക്കെ നമ്മുടെ വീട്ടിൽ നിന്ന് തന്നെ പൊട്ടിക്കാറായിട്ടുണ്ട് കേട്ടോ. അതൊക്കെ ഉണ്ടെങ്കിൽ തന്നെ ഒരു സമാധാനവും സന്തോഷമൊക്കെയാണ് അല്ലേ. അപ്പോൾ ഞാൻ നോക്കുമ്പോഴേക്കും നല്ല വലിയ ഇലകളായിരുന്നു കേട്ടോ. അപ്പം ഞാൻ എന്തായാലും വലിയ അട തന്നെ ഉണ്ടാക്കാം, പണി വേഗം കഴിയുമല്ലോ. പിന്നെ നമ്മുടെ പൂവട ഉണ്ടാക്കണ ആ ഒരു മോൾഡ് ഉണ്ടല്ലോ, അതിൽ ഉണ്ടാക്കാറുണ്ട് കേട്ടോ ഞാൻ. അപ്പോൾ നമുക്ക് പുഴുങ്ങിയിട്ടുള്ള അട ഉണ്ടാക്കാൻ പറ്റും, ഇഡ്ഡലി ചെമ്പിൽ ആവിയേറ്റിയിട്ട്. അപ്പം അത് ചുട്ട ദോശയാണല്ലോ ഒന്നും കൂടി എനിക്ക് ഒരു സ്മെല്ലും ഒക്കെ ഉണ്ടല്ലോ, ഇല കരിയണ ഒരു മണമൊക്കെ ഉണ്ടല്ലോ വാടണത്, അതൊക്കെ ഉണ്ടാവില്ലേ നമുക്ക് ആ ഒരു അട കഴിക്കുമ്പോഴേ. എനിക്ക് ചുട്ട അടയാണ് കേട്ടോ ഒന്നും കൂടി ഇഷ്ടം പുഴുങ്ങിയ അടയെക്കാട്ടിലും. അപ്പോൾ എന്തായാലും ഇന്നലെ ഞാൻ അട ഉണ്ടാക്കി. അപ്പോൾ അത് പിന്നെ ഒരെണ്ണം ബാക്കി ഉണ്ടായിരുന്നു കേട്ടോ. ഞങ്ങൾ വീട്ടിലൊക്കെ പോയി പണിയൊക്കെ കഴിഞ്ഞ് വന്നതിന് ശേഷം അത് കണ്ടപ്പോൾ വേഗം എടുത്ത് ഞാൻ തന്നെ കഴിച്ചു. അപ്പോൾ അതൊക്കെയായിരുന്നു ഇന്നലത്തെ. അപ്പോഴേക്കും ഏട്ടൻ സോയാബീൻ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു കേട്ടോ, തീർന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ രാവിലെ വരുമ്പോൾ അത് കൊണ്ടുവന്നു. അപ്പോൾ അതും ഉണ്ടാക്കുമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ കൂർക്ക ഉപ്പേരിയും പിന്നെ നമ്മുടെ ഈ സോയാബീൻ പിന്നെ തൈരുമാണ് കേട്ടോ ഏട്ടന് കൊടുത്തു വിട്ടത്. ഇവിടെ മക്കൾക്ക് സോയാബീൻ ഇങ്ങനെ റോസ്റ്റ് ചെയ്താൽ പിന്നെ വേറെ ഒന്നും വേണ്ട, അവരത് കൂട്ടി കഴിച്ചോളും. കൂർക്കയ്ക്കൊന്നും വലിയ താല്പര്യമില്ല കേട്ടോ. അച്ചും ചാച്ചും ഒക്കെ ചെറിയ കുറച്ച് കഷ്ണമൊക്കെ എടുത്ത് കഴിക്കുന്നല്ലാതെ അവർക്കും വലിയ ഇഷ്ടമൊന്നുമില്ല. കിച്ചു തീരെ തൊടില്ല കേട്ടോ. അങ്ങനെയൊക്കെയാണ്. ഇത് കഴിച്ച് നോക്കിയാൽ നല്ല ടേസ്റ്റാണല്ലേ നമ്മുടെ കൂർക്കപ്പേരി. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അതിൽ കുത്തുമുളകും തോനെ കറിവേപ്പിലയും വെളിച്ചെണ്ണയൊക്കെ ഒഴിച്ചിട്ട് നല്ല ടേസ്റ്റാണ് അല്ലേ. ഇവരത് കഴിച്ച് നോക്കുകയൊന്നുമില്ല കേട്ടോ. അത് കാണുമ്പോൾ തന്നെ പറയും വേണ്ടാന്ന്. അങ്ങനെയുള്ള ഒരു ശീലമാണ് ഇവർക്ക്. ഇവർക്ക് വേണ്ടാത്ത എല്ലാ സാധനങ്ങളും അങ്ങനെ തന്നെ കഴിച്ച് നോക്കിയിട്ടൊന്നും അല്ല കേട്ടോ അത് വേണ്ടാന്ന് വെക്കണത്. അപ്പോൾ ഞാൻ നമ്മുടെ അട പരത്തുകയാണ് കേട്ടോ. ഇത് പിന്നെ പരത്താനായിട്ട് നല്ല സുഖമാണ് അല്ലേ. നമ്മൾ നൂൽപുട്ടിനൊക്കെ നനയ്ക്കണ പോലെ അത്രയ്ക്കും തിളച്ച വെള്ളം ആക്കാറില്ല കേട്ടോ. ഞാനൊരു ചൂടുവെള്ളത്തിനായിട്ട് ഇത്തിരി കൂടി ചൂടിൽ തിളയ്ക്കുകയില്ല, അങ്ങനത്തെ ഒരു സമയത്താണ് കേട്ടോ വെള്ളം ഈ പൊടിയിലേക്ക് ഒഴിച്ചു കൊടുക്കുക.
എന്നിട്ട് നമ്മൾ നൂൽപുട്ടിനൊക്കെ കുഴക്കണേക്കാട്ടിലും ഇത്തിരി കൂടി ലൂസിലാണ് കുഴച്ചെടുക്കാറ്. അപ്പോൾ നമുക്ക് ഇതുപോലെ നല്ല തിന്നാക്കി പരത്തിയെടുക്കാനായിട്ട് പറ്റും. ഞാനൊക്കെ ചെറുതിലൊക്കെ പച്ചുവിൻ്റെയൊക്കെ പ്രായത്തിലൊക്കെ ഞങ്ങൾ അടയൊക്കെ ചുട്ടായിരുന്നു കേട്ടോ. പക്ഷേ അന്നൊക്കെ അങ്ങനെ പരത്താനൊന്നും അറിയില്ല. ആ സമയത്ത് നല്ല പിന്നെ എന്താ കനത്തിലാണ് കേട്ടോ ഈ പൊടിയൊക്കെ പരത്തിയിട്ട് അല്ല മാവ് പരത്തിയിട്ട് ഉണ്ടാവുക. അപ്പോൾ കഴിക്കാൻ വലിയ ടേസ്റ്റൊന്നുമില്ല. എപ്പോഴും നല്ല തിന്നാക്കി പരത്തിയാലാണല്ലേ അട കഴിക്കാനായിട്ട് നല്ല ടേസ്റ്റ് ഉണ്ടാവുക. അപ്പോൾ ഇത് ഞാനിപ്പോൾ നല്ല കനം കുറച്ചിട്ടാണ് കേട്ടോ പരത്തിയെടുത്തത്. എന്നിട്ട് അതിലേക്ക് നമ്മുടെ ശർക്കരയും നാളികേരമൊക്കെ അങ്ങനെ വെച്ച് കൊടുത്തിട്ട് മടക്കിയിട്ട് ചുട്ടെടുത്തു. അപ്പോൾ നല്ലോണം വെന്ത് കിട്ടുന്നുണ്ടായിരുന്നു കേട്ടോ. ഒത്തിരി നേരം വെച്ചപ്പോഴേക്കും നമ്മൾ നല്ല തിന്നാക്കിയിട്ട് പരത്തിയത് കൊണ്ട് തന്നെ പെട്ടെന്ന് വെന്ത് കിട്ടുന്നും ഉണ്ടായിരുന്നു. ചിലപ്പോഴൊക്കെ കനം കൂടിയാലൊക്കെ അതിൻ്റെ നടുക്ക് അല്ലെങ്കിൽ സൈഡ് ഉണ്ടല്ലോ ഒരു മടക്ക് ഭാഗം അവിടെയൊന്നും വെന്ത് കിട്ടില്ല അല്ലേ. അപ്പോൾ ഇതൊക്കെ നല്ല കറക്റ്റായിട്ട് കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാനങ്ങനെ അടയൊക്കെ പരത്തലും ചുടലും അതിൻ്റെ ഇടയ്ക്ക് ഉപ്പേരി അടുപ്പത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അല്ല നമ്മുടെ കുക്കർ വെച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അതിൽ ഒരു വിസിൽ വന്നപ്പോൾ ഞാനത് ഓഫ് ചെയ്തിട്ടിട്ടുണ്ടായിരുന്നു. പിന്നെ അതിലത്തെ വെള്ളം കുറച്ചുണ്ടായിരുന്നു കേട്ടോ. അത് ഊറ്റി കളഞ്ഞിട്ട് അങ്ങനെ വെച്ചു. എന്നിട്ട് അത് ഉള്ളി മുളകൊക്കെ ഒന്ന് മൂപ്പിച്ചിട്ട് കുത്തുമുളകൊക്കെ ഇട്ട് കറിവേപ്പിലയൊക്കെ ഇട്ടിട്ട് നമ്മുടെ ഉപ്പേരി ആയിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ഇടയ്ക്ക് ഞാൻ ഈ ഒരു സംഭവം കാണിച്ചില്ലെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടാണ് കേട്ടോ എനിക്ക്. എപ്പോഴും അടുപ്പും തീയും ഒന്ന് കാണിക്കണം. അപ്പോൾ അതുപോലെ തന്നെ വീട്ടിൽ നമ്മൾ അടുപ്പ് കത്തിച്ചില്ലെങ്കിൽ ഒരു ബുദ്ധിമുട്ടാണ് അല്ലേ. എനിക്കെന്തോ പണികളൊന്നും ചെയ്തില്ല എന്ന് തോന്നും. അതുപോലെ തന്നെ നമ്മൾ എന്നും തുടയ്ക്കാതിരുന്നാലും അതെ കേട്ടോ, എന്തോ പണികളൊന്നും ചെയ്തില്ല എന്ന് തോന്നും. പെട്ടെന്ന് അങ്ങോട്ട് പണികളൊക്കെ അങ്ങോട്ട് കഴിയുകയും ചെയ്യും അല്ലേ. പിന്നെ നമുക്ക് ഇരിക്കണോടത്തും കിടക്കണോടത്തും ഒന്നും ഒരു സമാധാനം ഉണ്ടാവില്ല. അങ്ങനെയൊക്കെയാണ് കേട്ടോ എനിക്ക് തോന്നാറുള്ളത്. അപ്പോൾ അത് ഞാൻ കൂർക്കപ്പേരും തൈരൊക്കെ ആയിട്ട് അങ്ങനെ പണി നിർത്താമെന്നൊക്കെ വിചാരിച്ചിരിക്കുമ്പോഴാണ് കേട്ടോ ഏട്ടൻ സോയാബീൻ കൊണ്ടുവന്നത്. അപ്പം ഞാൻ വേഗം തന്നെ അതിൽ കുറച്ച് ചൂടുവെള്ളം ഒഴിച്ച് വെച്ചിട്ടാണ് നമുക്ക് ആവശ്യത്തിനുള്ളത് എടുത്തിട്ട് ചൂടുവെള്ളം ഒഴിച്ച് വെച്ചു. പിന്നെ സവോളയൊക്കെ കട്ട് ചെയ്തു, സവോളയും തക്കാളിയൊക്കെ വെളുത്തുള്ളിയും ഇഞ്ചിയൊക്കെ ചതച്ച് വെച്ചു. അപ്പോൾ നമ്മുടെ സോയാബീനൊക്കെ നല്ല കുതിർന്ന് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് നല്ല വലുതാണ് കേട്ടോ. അപ്പോൾ അത് ഞാൻ പിഴിഞ്ഞിട്ട് 2 പീസാക്കുകയാണ് കേട്ടോ ചെയ്തത്. എന്നിട്ട് അതൊന്നും കൂടി കുറച്ച് ഉപ്പിട്ടിട്ട് ഒന്നുകൂടി പിഴിഞ്ഞ് കളയും. എന്നിട്ട് അപ്പോഴേക്കും നമ്മുടെ സവോളയൊക്കെ വഴറ്റിയിട്ട് അതിലേക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ ചതച്ചതൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ കട്ട് ചെയ്യാതെ പച്ചമുളക് ഉണ്ടല്ലോ അതും 2 ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ കറിവേപ്പിലയൊക്കെ ഇട്ട് കൊടുത്തിട്ട് ഒന്ന് വഴന്ന് വന്നപ്പോൾ അതിലേക്ക് തക്കാളി ഇട്ട് കൊടുത്തു. അതിലേക്ക് മുന്നേ മല്ലിപ്പൊടി, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, കറി മസാല ഒക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. എന്നിട്ട് തക്കാളിയും കൂടെ ഇട്ട് കൊടുത്തിട്ട് കുറച്ച് നേരം അടച്ച് വെച്ചിട്ട് തക്കാളിയൊക്കെ ഒന്ന് വാടി വന്നപ്പോൾ നമ്മുടെ സോയാബീൻ അതിലേക്ക് ഇട്ട് കൊടുത്തു. എന്നിട്ട് കുറച്ച് നേരം അടച്ച് വെച്ചു കേട്ടോ. പിന്നെ ഉപ്പ് നോക്കിയപ്പോൾ കുറച്ച് കുറവുണ്ടായിരുന്നു. അപ്പോൾ ലേശം ഉപ്പിട്ട് കൊടുത്തിട്ട് എല്ലാം മിക്സ് ചെയ്തിട്ട് അങ്ങനെ അടച്ച് വെച്ചു. നമ്മൾ തിളച്ച വെള്ളത്തിൽ ഇട്ട് വെച്ചതല്ലേ സോയാബീൻ വല്ലാതെ വേവൊന്നുമില്ല കേട്ടോ. ഈ ഉപ്പും മുളകൊക്കെ ഒന്ന് പിടിക്കേണ്ട താമസമേ ഉള്ളൂ. അപ്പോഴേക്കും നമ്മുടെ സോയാബീൻ ആയിട്ടുണ്ടായിരുന്നത് പ്രോട്ടീൻ്റെ കലവറയാണ് എന്നാണ് കേട്ടോ പറയണത്. അപ്പോൾ ഇവിടെ മക്കൾക്കും ഇത് നല്ല ഇഷ്ടമാണ് കേട്ടോ. ഫ്രൈ ആക്കിയാലും റോസ്റ്റ് ചെയ്താലൊക്കെ നല്ല ഇഷ്ടമാണ്. ഫ്രൈ ആക്കുമ്പോൾ നല്ലോണം വെളിച്ചെണ്ണ കുടിക്കില്ലേ. അപ്പോൾ അങ്ങനെ ഉള്ളതുകൊണ്ട് ഞാൻ അങ്ങനെ ചെയ്യാറില്ല കേട്ടോ. പിന്നെ പാനിലിട്ടിട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് അതിങ്ങനെ അടച്ച് വെച്ചിട്ട് തിരിച്ച് മറിച്ച് അങ്ങനെ ആക്കാറേ ഉള്ളൂ കേട്ടോ. അല്ലാതെ വെളിച്ചെണ്ണയിൽ അങ്ങോട്ട് ഫ്രൈ ചെയ്ത് അങ്ങനെ എടുക്കാറില്ല. അപ്പോൾ നമ്മുടെ പറഞ്ഞ സമയം കൊണ്ട് കൂർക്കപ്പേരിയും നമ്മുടെ സോയാബീൻ ഫ്രൈയും ഒക്കെ ആയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഭക്ഷണമൊക്കെ ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാനും ചായ കുടിച്ചു. അതിൻ്റെ ഇടയ്ക്ക് മക്കളും ഏട്ടനൊക്കെ ചായ കുടിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. അതൊക്കെ കഴിഞ്ഞപ്പോഴേക്കും പിന്നെ ഏട്ടന് പോകാൻ സമയമായി. അപ്പോൾ ചോറും കറിയൊക്കെ പാത്രത്തിലാക്കി കൊടുത്തു. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന പുതിയ കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് നിൽക്കാനും മറക്കരുത്. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് പെട്ടെന്ന് തന്നെ വരാം. അതുവരെ എല്ലാ കൂട്ടുകാർക്കും ബൈ.